പ്രിയദർശിനി ബസ്സിലെ ഗുണഭോക്താക്കളെ പരിഹസിച്ചുള്ള വിവാദ പ്രസംഗത്തിൽ ഖേദം പ്രകടിപ്പിച്ച മന്ത്രി CP ജോൺ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഗതാഗത മന്ത്രി വിശദീകരിച്ചു. സൗജന്യ യാത്ര കേരളത്തിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനുള്ള മാർഗമാണ്. പദ്ധതി KSRTCക്ക് ബാധ്യതയല്ലെന്നും CP ജോൺ പറഞ്ഞു. എനിക്കൊരു ഈഗോയും ഇല്ല. കാരണം അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഔപചാരികമായിട്ട് പറയുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം പ്രിയദർശിനി ഞങ്ങളുടെ പ്രസ്ഥാനമാണ്, ഞങ്ങൾ തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ കമ്മിറ്റ്മെൻ്റാണ്. അതിൻ്റെ ഉപഭോക്താക്കൾക്ക് അത് കിട്ടേണ്ടത് അവരുടെ റൈറ്റാണ്. ബിനിൽ ലീല സാബു ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബിനിൽ, എന്താണ് ഇന്നിപ്പോൾ CP ജോൺ ഇതേക്കുറിച്ച് വിശദീകരിച്ചത്? ഹർഷൻ, മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു വീണ്ടും വിചാരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങൾ അത്രയും പറയാൻ പാടില്ലാത്തതായിരുന്നു എന്ന് മന്ത്രിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഖേദം അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ചില വാക്കുകളൊക്കെ പറയാൻ പാടില്ലാത്തതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ആവർത്തിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടിയല്ല അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. താൻ പറഞ്ഞ കാര്യം മാറിപ്പോയതാണ് എന്നാണ് വരികൾക്കിടയിൽ അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ ദാരിദ്ര്യമുണ്ട്, അത് മാറ്റുന്നതിനുള്ള നടപടികളാണ് സർക്കാർ എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നത്. അതിന്റെ ഭാഗം കൂടിയാണ് പ്രിയദർശിനി പദ്ധതി എന്ന് പറയാതെ പറയുന്നുണ്ട് മന്ത്രി. എന്തായാലും ഈ പദ്ധതി എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ മന്ത്രിയുടെ പരാമർശത്തിൽ കടുത്ത പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടായത്. ഇന്നലെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മഹിളാ മോർച്ചയടക്കം പ്രതിഷേധിച്ചു, കോലം കത്തിച്ചു. അങ്ങനെ വലിയ പ്രതിഷേധം ഇന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ DYFIയുടെ അടക്കം വലിയ പ്രതിഷേധം തീരുമാനിച്ചതാണ്. എല്ലാ വിമർശനവും വരുന്നത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയ ശേഷം അത് ഔദാര്യമാണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ് മന്ത്രിയുടെ ഒരു പരാമർശം ഉണ്ടായത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നാണ് പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ ആ വാക്കുകൾ കൊണ്ട് പറയുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ്, കടുത്ത പ്രതിഷേധത്തിന് പിന്നാലെയാണ് മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നത്. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ കണ്ടപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയും ചെയ്ത് പ്രതിപക്ഷത്തിന് ഒരു വിമർശനം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ കണ്ടാൽ ഈ പദ്ധതി തുടങ്ങിയത് അവരാണ്, അത് പ്രതിപക്ഷത്തെ ഊന്നിയാണ് അദ്ദേഹം ആ വാക്കുകൾ പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ താൻ ആർക്കെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം പ്രിയദർശിനി പദ്ധതി ഇവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അത് സർക്കാരിന് KSRTCക്ക് വലിയ ബാധ്യതയായിട്ടില്ല. ആ പണം, ആ തുക സർക്കാർ തന്നെ KSRTCക്ക് നൽകുന്നുണ്ട്, ഇനിയും അത് നൽകും. അങ്ങനെയാണ് പദ്ധതി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ, ഈ വിവാദത്തിൻ്റെ പേരിൽ ആ പദ്ധതി അവസാനിപ്പിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി തന്നെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഹർഷൻ. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.